ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഇതുവരെ നിങ്ങൾ കുടിച്ചിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളത്തിന് ഇതുപോലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ എപ്പോഴും ചേർക്കുന്ന ബീട്രൂട്ടാണ്, പിന്നെ വേറൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ചാനലിൽ ഒരു അടിപൊളി ഗിവ് അവേ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ആ ഗിവ് അവേയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. 10,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് 5,000 രൂപ, തേർഡ് പ്രൈസ് 2,500 രൂപ. വെറും 10 ദിവസത്തെ കാര്യമുള്ളൂ. ന്യൂ ഇയറിന് അന്ന് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യും. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ 2 വലിയ ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ വലുപ്പത്തിലുള്ളൊരു നാരങ്ങയിൽ നിന്നും കുറച്ച് നീരെടുത്ത് മാറ്റി വെക്കുക. ഇതുപോലുള്ള 2 കഷ്ണങ്ങൾ മാറ്റിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്കുള്ള നാരങ്ങ നീര് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. പഞ്ചസാര നല്ല പോലെ അലിഞ്ഞ് കിട്ടണം. ഇനി നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളമാണ് ചേർക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ആദ്യം പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ബീറ്റ്റൂട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ. 1/4 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ബീറ്റ്റൂട്ട് ചെറുതാക്കി മുറിച്ചത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടത് അരിച്ചെടുത്ത് തണുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ചേർക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബീറ്റ്റൂട്ട് ഒഴിച്ചിട്ട് തന്നെ നല്ല കളറിലുള്ള വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വെള്ളമാണ് നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുകയാണെങ്കിൽ നമുക്കറിയാം നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ലൈം ജ്യൂസ് കിട്ടും. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളർ കിട്ടണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ. 1/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കണ്ട, എന്നാലേ തേങ്ങയൊക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിത് തേങ്ങയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്കുള്ള കസ്കസ് കുതിർത്തെടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കസ്കസ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് ലാസ്റ്റ് നാരങ്ങ വെള്ളം സെർവ് ചെയ്യുന്ന സമയത്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കുടിക്കണം കേട്ടോ ഈ ഒരു നാരങ്ങ വെള്ളം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫ്രഷ് ലൈം നമ്മൾ അപ്പം തന്നെ കുടിക്കാറുണ്ട് കയ്പ്പ് രുചി വരുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് കയ്പ്പ് രുചി ഒന്നും വരില്ലെങ്കിലും തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ നിൽക്കുമ്പോഴേക്കും ആ തേങ്ങാപ്പാൽ മുകളിലേക്ക് ഇങ്ങനെ ഊറി വരും. കുഴപ്പമൊന്നുമില്ല, ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ കുടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു ഗിവ് അവേ നടക്കുന്നത് നമ്മുടെ റംഷി വ്ളോഗ്സ് എന്ന ചാനലിലാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ മാത്രമല്ല, ഞാനും എൻ്റെ 6 യൂട്യൂബ് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഗിവ് അവേ ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 7 ചാനലിലുമാണ് ഈ ഒരു ഗിവ് അവേ നടക്കുന്നത്. അപ്പോൾ 7 ചാനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ 7 ചാനലിൽ വീഡിയോസ് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നല്ല നല്ല വീഡിയോസാണ്. പിന്നെ അത് മാത്രമല്ല, വെറും 10 ദിവസത്തെ കാര്യമുള്ളൂ. ഇന്ന് 21-ാം തീയതി അല്ലേ, 30-ാം തീയതി വരെ ഞങ്ങളുടെ 7 ചാനൽസിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ കമൻ്റ് ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇട്ടിട്ട് ഞങ്ങൾ അതിൽ നിന്നും 3 വീഡിയോസ് സെലക്ട് ചെയ്ത് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കൊടുക്കും. എന്താണ് ഗിഫ്റ്റ് എന്ന് പറയണ്ടേ? ഫസ്റ്റ് പ്രൈസ് 10,000 രൂപയുടെ ക്യാഷ് പ്രൈസാണ്, സെക്കൻഡ് പ്രൈസ് 5,000 രൂപയുടെ ക്യാഷ് പ്രൈസാണ്, തേർഡ് പ്രൈസ് 2,500 രൂപയുടെ ക്യാഷ് പ്രൈസാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ പോയിട്ട് ഈ 7 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. 7 ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. നമ്മുടെ റംഷി വ്ളോഗ്സ് എന്ന ചാനലും പിന്നെ 6 എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചാനലും. അപ്പോൾ ഈ 7 ചാനൽസും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചാനൽ നമ്മുടെ റംഷി വ്ളോഗ്സ് എന്ന ചാനലാണ്. ഇതിൽ ഞാൻ ഡെയിലി റൂട്ടീൻ വ്ളോഗ്സും ട്രാവൽ വ്ളോഗ്സൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ചാനൽ എവാസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കുക്കിംഗ് ചാനലാണ്. ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് അടങ്ങിയിട്ടുള്ളൊരു നല്ല ചാനലാണ് കേട്ടോ. ഞങ്ങളുടെ തസ്രിത്താൻ്റെ ചാനലാണ്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചാനൽ അമ്മ സീക്രട്ട് റെസിപ്പീസ് എന്ന ഈ ഒരു ചാനലാണ്. ഞങ്ങളുടെ സ്വന്തം ലക്ഷ്മിയുടെ ചാനലാണ്. വീഡിയോ കണ്ടിരിക്കണോ അതോ റെസിപ്പീസ് കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്ന് കൺഫ്യൂഷൻ ആയി പോകുന്നൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചാനൽ അസ്നിയ ഷബീർ എന്ന ഈ ഒരു ചാനലാണ്. രുചി വീഡിയോ സ്കെച്ച് മീഡിയ എന്ന ചാനലിലെ അസ്നിയുടെ സെക്കൻഡ് ചാനലാണ് കേട്ടോ. വ്ളോഗ്സും ഹോൾ വീഡിയോസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ചാനലാണ്. അപ്പോൾ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ഇവാസ് വേൾഡ് എന്ന ഈ ഒരു ചാനലാണ്. റെസിപ്പീസ് മാത്രമല്ല നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും അടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് രഹനാസ് മാജിക് കിച്ചൺ എന്ന ഈ ഒരു ചാനലാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ചാനലാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം രഹനത്താൻ്റെ ചാനലാണ്. അപ്പോൾ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ചാനൽ റിമാമീസ് കിച്ചൺ എന്ന ഈ ഒരു ചാനലാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും ടിപ്സും വ്ളോഗ്സൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ചാനലാണ്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കേക്കിൻ്റെ ഒരുപാട് ടിപ്സൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ 7 ചാനലും നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോസ് വന്ന ഉടനെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമൻറ്റ് ഇടുക. ഉടനെ തന്നെ വേണമെന്നൊന്നുമില്ല, ഈ 10 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടുക. ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യും. വിന്നറെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേരായിരിക്കും അതിൽ പറയുക. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ വ്ളോഗിൻ്റെ ചാനലിലും നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.